ശങ്കരംകുളങ്ങര ദേശത്തിന്റെ പുലിവണ്ടിയും പുലിക്കുട്ടികളും പുലിമടയായി കൊണ്ട് തന്നെ അവർ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പച്ചപ്പുലി, കരിമ്പുലി, വെള്ളപ്പുലി, വരയൻപുലി, റോസ് പുലി, ഫ്ലൂറസന്റ് പുലി, മഞ്ഞപ്പുലി, പുള്ളിപ്പുലി, അങ്ങനെ പുലികൾ പലവിധം ഒന്നായി ഒരുമിച്ച് ഇതാ കടന്നു വരുന്ന അതിമനോഹര കാഴ്ച. പുലിക്ക് മുടിയുമുണ്ടല്ലേ, നോക്കൂ, പുലിക്ക് മുടിയുണ്ട്. തീർച്ചയായും അത് അതായത് ഓരോ പുലിയുടെ നിറത്തിലും മുടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ തരത്തിലും ആ പുലികളുടെ ഒരു ഏതൊക്കെ തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ അതെല്ലാം ഒരുക്കുന്നുണ്ട്. ഈ വിയൂർ യുവവേദി യുവ സമാജം സംഘത്തിന്റെ കൂടെ പുലി ചെരുപ്പുകൾ, അതായത് പുലി നഖങ്ങൾ വെച്ചുകൊണ്ടുള്ള ചെരുപ്പുകളാണ് ആ സംഘത്തിനൊപ്പമുള്ളത്. അതുപോലെ തന്നെ ഓരോ സംഘങ്ങളും അവരുടേതായ രീതിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഇതാ ശങ്കരംകുളങ്ങര ദേശം കടന്നു വരുമ്പോൾ അവരുടെ പുലിക്ക് മുടിയുണ്ട്, പുലിയുടെ കളറിൽ പുലിക്ക് മുടിയുമായാണ് പുലികളൊക്കെയും കടന്നു വരുന്നത്. ഇനിയാണ് നമ്മൾ ആ പുലികളുടെ കൃത്യമായുള്ള നിരന്നുകൊണ്ടുള്ള ആ ഒരു സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ നടുവിലാലിൽ നിന്ന് ഉള്ള ആ പുലിക്കളി കളിച്ചുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ളവരുടെ മുന്നിൽ എല്ലാം കളിച്ചുകൊണ്ട് തന്നെയാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഒരാൾ പോലും ഇവിടെ എത്തുന്നവർ പുലിക്കളി കൃത്യമായി കാണാൻ കഴിയാതെ ഇവിടെ നിന്ന് മടങ്ങരുത് എന്ന് ഓരോ സംഘത്തിനും അത്രത്തോളം ആ ഒരു നമ്മൾ പറയുന്നത് കുടവയർ കുലുക്കി അരമണി കിലുക്കി കടന്നു വരുന്ന പുലികളാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ പുലിക്കും കുടവയർ ഇല്ല, അല്ലെ, കുഞ്ഞു മക്കളുണ്ട്. അതായത് ആദ്യകാലങ്ങളിലെല്ലാം തന്നെ ഈ പുലിക്കളിയുടെ തുടക്കത്തിലൊക്കെ തന്നെ ഇത്രത്തോളം കുടവയറുള്ളവരല്ല പുലിക്കളിക്ക് ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു പോരാളികളായിരുന്നു, അന്നത്തെ പടയാളികളായിരുന്നു. അവരുടെ അതായത് ശക്തന്റെ കാലഘട്ടത്തിൽ അന്നത്തെ പടയാളികൾക്ക് അവരുടെ ആസ്വാദനത്തിന്, അവരുടെ ഒരു പടയ്ക്ക് പൊരുതുന്ന സമയത്തിനപ്പുറത്തേക്ക് അവർക്ക് കണ്ടെത്തിയ ഒരു വിശ്രമവേള, ആ വിശ്രമവേളയിലെ ഒരു കലാരൂപം, ഒരു വിശ്രമ കലാരൂപം, അല്ലെങ്കിൽ ആ തരത്തിൽ അവർക്ക് ആനന്ദിക്കാനുള്ള ഒന്നായിരുന്നു പുലിക്കളി. ആ പുലിക്കളി ഇങ്ങനെ കാലം മാറി ഭേദം മാറിയൊക്കെ വന്നപ്പോൾ അതിങ്ങനെ എല്ലാവരുടെയും കലയായി മാറി. ആ കലയിൽ കുടവയറുള്ളവരുണ്ട്, കുടവയറില്ലാത്തവരുണ്ട്. ഒരു കാലഘട്ടത്തിൽ കുടവയറുള്ളവർ മാത്രമാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഇത് ഒത്തൊരുമയുടെ സന്ദേശമാകുന്നു. ഇത് നമ്മുടെ നാടിന്റെ ഒരുമയുടെ, സ്നേഹത്തിന്റെ, മതേതരത്വത്തിന്റെ ഒക്കെ കാഴ്ചയായി മാറുന്ന പുലിക്കളിയുടെ അതിമനോഹരമായ ചുവടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ. ഏറ്റവും മനോഹരമായ ചുവടുകൾ. ഏത് പുലിയെയാണ് ഇഷ്ടപ്പെടുക, ഇതിൽ ഏത് പുലിയാണ് തെരഞ്ഞെടുക്കുക എന്ന് നമ്മൾക്ക് സംശയം തോന്നത്തക്ക വിധത്തിലുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കലയുടെ സ്നേഹത്തിന്റെ കല എങ്ങനെ മനുഷ്യനെ സ്നേഹത്തോടെ ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ആ കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുടവയർ മാത്രമല്ല ഇതിലൊരു, അതായത് ആ ഒരു കുടവയർ ഇല്ലാത്തവർ കളിക്കുന്ന ആ ഒരു കളി കണ്ടോ, ആ ഒരു താളത്തിനൊത്തുള്ള ചുവടുവെപ്പ് കണ്ടോ, അതാണ് അതായത് തങ്ങൾക്ക് വയറുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം, തങ്ങൾ വെക്കുന്ന ചുവടുകൾ അത് എത്രത്തോളം ചടുലമാണ്, എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം ആസ്വാദ്യമാണ് എന്ന് എല്ലാവരെയും മക്കളെ എന്നൊരു പക്ഷേ ആർക്കും പറയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കാണുന്നവനോട് അങ്ങനെ പറയുന്ന വിധത്തിൽ സീനാണ് ഇത്, വൈബാണ്, വൻ പൊളിയാണ്. എടാ മോനെ, ഇതാണ് പുലിക്കളി, ഇതാണ് പുലിക്കളി, മക്കളെ എന്ന് അടുത്ത ദേശക്കാരോട് നമുക്ക് പറയണ്ടേ? തീർച്ചയായും. പക്ഷേ ഈ ദേശക്കാർ കളിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞില്ല, ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇവരുടെ കളി. ആ കളി കൂടി കഴിഞ്ഞിട്ടാണ്, ആ കളി കണ്ടിട്ട് ഇനി അടുത്ത ദേശക്കാരെ ഇങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊന്നും ദേശം പറയുന്നത്, അത് അത്രത്തോളം ഞങ്ങൾ വീര്യത്തോടു കൂടി ഇവിടെ നിന്ന് കളിക്കും. കളി കണ്ടിട്ടേ നിങ്ങൾ പോകാവൂ. അതെ, അതാണ് പറയുന്നത്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് പുലികൾ വരാത്തതെന്ന്. വന്നപ്പോ കണ്ടില്ലേ എങ്ങനെയുണ്ട്? പുലിക്കളി ഇതാണ് ആവേശം, ഇതാണ് ആളുകൾ കാത്തിരുന്ന ആ പുലിക്കളി. കഴിഞ്ഞ തവണ 5 സംഘങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 7 സംഘങ്ങൾ. അത് ഒന്നിനൊന്ന് മെച്ചമായി തന്നെ മാറ്റിവെക്കുകയല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ചുരുക്കുകയല്ല, വളരുകയാണ്, വീണ്ടും പടർന്ന് പന്തലിക്കുകയാണ് ഈ കലാരൂപം എന്ന് തന്നെ പറയണം. പക്ഷേ ആ ലിഷോയി അങ്ങനെ ആവേശം അണമുട്ടി ഇങ്ങനെ തീരാത്ത ആവേശത്തിലേക്ക് പോകുമ്പോൾ ഇടപെടുകയല്ല, നമുക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ട് തന്നെ ആ വൈബ് നിലനിർത്തണം.